ആക്ടേഴ്സിനെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സിൽ ഒരാളാണ്. അതായത് ലാലേട്ടൻ്റെ ഏറ്റവും നല്ല ലുക്കുകൾ ഉള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ സാറിൻ്റെ സിനിമകളുണ്ട്, നാടനാണെങ്കിലും വെസ്റ്റേൺ ആണെങ്കിലും. എന്താ ആക്ടേഴ്സിനെ അത്രയും സ്റ്റൈലിഷ് ആയിട്ട് പ്രസന്റ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ശരിക്കും എങ്ങനെയാണ് വരുന്നത്? തെറ്റാണോ? അല്ല, ഇതിലും കിട്ടില്ലാണ്. അങ്ങനെയില്ല. ഇപ്പൊ നിവിൻ ഇതിനകത്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രം അയാള് ബാംഗ്ലൂർ പോലൊരു സ്ഥലത്ത് ഒരു സ്റ്റാർട്ടപ്പ് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, ഒരു അറ്റയർ ഉണ്ട്. അതിനെനിക്കൊരു സങ്കല്പമുണ്ട് അതിനെക്കുറിച്ച്. അശോകൻ്റെ കഥാപാത്രത്തെക്കുറിച്ചും എനിക്കൊരു സങ്കല്പം. അപ്പം അത് ഞാൻ എൻ്റെ ടീമുമായിട്ട് ഷെയർ ചെയ്യും. എൻ്റെ കോസ്റ്റ്യൂം നോക്കുന്ന ആളുമായിട്ടും DOP ആയിട്ടും ആർട്ട് ഡയറക്ടറുമായിട്ടും ഷെയർ ചെയ്യും. എന്നിട്ട് അതിന് മൊത്തം ഒരു കളർ പാലറ്റ് ഉണ്ടാക്കി അവരുടെ ലുക്കൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു വൃത്തി വന്നു പോകും. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയുള്ളൂ. അതല്ലാതെ അതിനെക്കുറിച്ച് ഇത്രയധികം നമ്മൾ അങ്ങനെ വേണം എന്നുള്ളത്. ഇപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ ചെയ്യുമ്പോൾ മോഹൻലാൽ സാറിനെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഒരു വൈറ്റ് ലിനൻ ഡ്രസ്സാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. പോകെ അത് അദ്ദേഹം ആ കഥാപാത്രം ഭയങ്കര ലേഡ് ബാക്ക് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്, അലസനായിട്ടുള്ള കഥാപാത്രം. പോകെ ഹാർഷ് കളേഴ്സിലേക്ക് അത് കയറി വരും. എന്നിട്ട് ഏറ്റവും അവസാനം ഒരു ബ്ലാക്ക് ഡ്രസ്സിലാണ് വരുന്നത്. ഈ സിനിമയിൽ അതിനൊരു റിവേഴ്സൽ ഉണ്ട്, അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഇപ്പൊ സംസാരിക്കുമ്പോൾ പോലും രണ്ടാം പിണറായി സർക്കാരിലാണ് നമ്മൾ നിൽക്കുന്നതെന്നാ പറയുന്നത്. അപ്പൊ ഇപ്പൊ സാറ് പറഞ്ഞപ്പോ രണ്ടാം പിണറായി സർക്കാർ നിൽക്കുമ്പോഴാണ് നമ്മൾ എഴുത്തു തുടങ്ങി. രണ്ടാം പിണറായി സർക്കാർ നിൽക്കുമ്പോഴാണ് പടം നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബയസ് ഉണ്ടാവുമ്പോൾ സ്വയം അങ്ങനെ ഒരു സഹയാർത്ഥികനായിട്ട് നിൽക്കുക, ഒരു പൊളിറ്റിക്കൽ പ്രതലമുള്ള സിനിമ എഴുതുകയും ചെയ്യുക. അപ്പൊ എങ്ങനെയാ അതിനെ സ്വന്തം രാഷ്ട്രീയ ദർശനങ്ങളൊന്നും വരാതെ ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഈ രാഷ്ട്രീയ ദർശനം വരാതെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് വലിയ ഇല്യൂഷനാണ്. അറിഞ്ഞോ അറിയാതെ രാഷ്ട്രീയ ദർശനമൊക്കെ നമ്മളെ ഇതിനകത്തൊക്കെ കടന്നു പോകും. രാഷ്ട്രീയം ഇല്ലെന്ന് പറയുന്നവരെടുക്കുന്ന സിനിമയിലും ഒരു രാഷ്ട്രീയമുണ്ട്. പിന്നെ അതിനകത്തുള്ള പ്രശ്നം ഈ പിണറായി പ്രതിച്ഛായലുണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഇപ്പോൾ ഈ ഇടതുപക്ഷം എന്ന് പറയുന്നതിനെ പിണറായി വിജയനുമായിട്ട് എന്തിനാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? ഇടതുപക്ഷ സർക്കാരുമായിട്ട് എന്തിനാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? ഞാൻ വളരെ എൻ്റെ വിദ്യാർത്ഥി കാലം മുതലേ മാർക്സിസവുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിച്ചും ചിന്തിച്ചും അങ്ങനെയൊക്കെ പോകുന്ന ഒരാളാണ്. എൻ്റെ അക്കാഡമിക് ആയിട്ടുള്ള എൻ്റെ ജേണിയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതിനെ നിങ്ങളൊരു മുഖ്യധാര പാർട്ടിയായിട്ടോ ഒരു ബിംബവുമായിട്ടോ ഒന്നും അസോസിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ അശോകൻ പറഞ്ഞ പോലെ എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടും ഈ രംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ, പ്രത്യേകിച്ച് ഒരു സംഘടനാ പ്രവർത്തകർ എന്ന നിലയിൽ എനിക്ക് നല്ല ബന്ധമുണ്ട്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ടായാലും VD സതീശനായിട്ടായാലും രമേശ് ചെന്നിത്തലയായിട്ടായാലും ഗോവിന്ദ മാസ്റ്റർ ആയാലും BJPയിലെ ഇപ്പോൾ നമ്മളുടെ പടം തുടങ്ങുന്ന ദിവസം കൃഷ്ണദാസ് അവിടെ വന്നിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ നിങ്ങളുടെ ആ ചോദ്യത്തിനകത്ത് വലിയ പ്രസക്തി ഇല്ലല്ലോ. അപ്പോൾ ഇതിന് സിനിമയായിട്ട് കണ്ടാൽ മതി. സിനിമയായിട്ട് കാണുമ്പോൾ